ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇവിടെ ഒരു ചിക്കൻ കറി വെച്ചാലോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത്. അതിനായിട്ട് ഒരു 2 കിലോ ചിക്കൻ ചെറിയ പീസാക്കിയത്, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സവാള, 1 തക്കാളി, അതുപോലെ കുറച്ച് കുഞ്ഞുള്ളി, 3-4 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു വലിയ പീസ് വെളുത്തുള്ളിയുടെ പീസും. നമ്മൾ ആദ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. ഓക്കെ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബർ നമുക്കുണ്ടായാലാണ് നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ. എല്ലാവരും ഷെയറും ചെയ്ത് കൊടുക്കണം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഒരു ചെറിയൊരു സ്മെല്ലേക്ക് വന്നു കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം പോയി കഴിയുമ്പോൾ ചെറിയൊരു കളർ വരും. ഓക്കെ, ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ. ഒരു വലിയ തക്കാളി പഴുത്തത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്ത് സവാള നന്നായി ഇളക്കി കൊടുക്കുക. ഇത് 2 മിനിറ്റ് കൊണ്ട് സവാള വരണ്ട് വരും. പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, സവാള ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, സവാള ഇതിൽ നന്നായിട്ട് വരണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതിന് 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള റെഡിയായി കിട്ടും. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതായി വരും കേട്ടോ സവാള. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലായിട്ട് നമുക്ക് ഇനി വേറെ തേങ്ങ അരച്ച ചിക്കൻ കറിയൊക്കെ നമുക്ക് ഉള്ള വീഡിയോസൊക്കെ നമുക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. തക്കാളി ഒരു പകുതി വേവായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പൊടി ഐറ്റംസൊക്കെ ഇതിലേക്ക് ചേർക്കാം. തക്കാളി വേവാനായിട്ട് നമ്മളൊരു 2 മിനിറ്റ് മൂടി വെച്ചു. അതിനുശേഷം ഇനി നമുക്ക് ഉണ്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നില്ലേ. തക്കാളിയും സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം മിക്സായിട്ട് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടാണ്. നമുക്കിത് പൊറോട്ട പത്തിരി എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാം, ചോറിൻ്റെ ഒപ്പം കഴിക്കാം. ഇപ്പം നോമ്പ് സമയത്തൊക്കെ നമുക്ക് വൈകുന്നേരം കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ ഒരു ഇതായിരിക്കും. എല്ലാവരും നോർമലി ഉണ്ടാക്കുന്ന രീതി തന്നെയാണിത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചിരുന്നത്. എല്ലാവർക്കും പഠിക്കാനും എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2.5 ടേബിൾ സ്പൂണാണ് രണ്ടും, മല്ലിപ്പൊടിയും മുളക് പൊടിയും. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അതിൻ്റെ രീതിയിലെടുക്കാം. എരിവ് ഒരു മീഡിയം വേണ്ടവർക്ക് ഇത് മതി. ഓക്കെ, ഇത് ഒരുപാടിട്ട് കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ വറുത്തെടുത്തതായതുകൊണ്ട് പച്ചമണമെല്ലാം പോയതാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടണം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പിട്ടായിരുന്നു കേട്ടോ ആ സവാള വരണ സമയത്ത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ആദ്യമേ 1 ടീസ്പൂൺ ഇട്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല എല്ലായിടത്തും എത്താൻ പാകത്തിനാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുമ്പം ഒരു ടേസ്റ്റ് കിട്ടും. ഒരു 5 മിനിറ്റ് വന്നിട്ട് നന്നായിട്ട് ഈ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇത് ഒന്ന് വേവിക്കണം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കിടുക്കാച്ചി നല്ല അത്യാവശ്യം എരിവും എല്ലാം ഉള്ള ചിക്കൻ കറിയാണ്. ഇനി നമുക്കതൊരു മൂടി ഒരു 5 മിനിറ്റ് വയ്ക്കാം. ഓക്കെ, അതിന് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കുഞ്ഞുള്ളി ഇടാത്തത് അവസാനം കുഞ്ഞുള്ളി മൂപ്പിച്ചിട്ട് ഇടാൻ വേണ്ടിയാട്ടോ, വറ്റൽമുളകും കൂടി ഇട്ട്.
നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഉണ്ടോ? ഞാൻ ആ ചിക്കൻ മൂടി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കും. നിങ്ങൾക്ക് വെള്ളം ആവശ്യത്തിന് ലൂസ് നോക്കി ഒഴിക്കാം. വെള്ളം കുറവ് മതിയവർക്ക് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നാൽ ചിക്കൻ ഒരു പൊങ്ങി കിടക്കാണ്ട് ഒരേ ലെവലിൽ നിൽക്കാൻ പാകത്തിനേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചാലും നമുക്കത് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ അതിനൊപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാറ് വേണ്ടവർക്ക് ഉപയോഗിക്കാം. ഓക്കെ, സിമ്പിൾ പരിപാടിയല്ലേ. കണ്ടോ എന്ത് പെട്ടെന്നാണ് ഇത് കറി ഉണ്ടാക്കിയത്. നമുക്ക് ഒരുപാട് അലച്ചിലൊന്നുമില്ല. സിമ്പിളായിട്ട് ആർക്കൊന്ന് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ കേട്ടോ. എല്ലാവരും പഠിക്കട്ടെ കുക്കിങ്ങൊക്കെ. ഇനി അതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടും. അതിനുശേഷം വറ്റൽമുളക് മൂപ്പിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വറ്റൽമുളകും കറിവേപ്പിലയും കുഞ്ഞുള്ളി ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ട് നമ്മളിത് കറി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിടുമ്പോഴത്തേക്കും ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയാവും. എല്ലാവർക്കും അറിയാലോ, കുഞ്ഞുള്ളി അങ്ങ് മൂപ്പിച്ച് തന്നതുകൊണ്ട് അപ്പം തന്നെ കറി നോക്കി എന്താ ഗുമ്മ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഗ്രേവി എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് ചുറ്റിച്ചിട്ടൊന്നും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം കറി റെഡിയായി. തട്ടി അങ്ങോട്ട് എല്ലാം ഓക്കെ ആയി. വടിച്ചിട്ട് കൊടുത്താൽ കറി സൂപ്പർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കറി. ഇനിയും പുതിയ പുതിയ ടിപ്സും കറികളുടെ രീതികളൊക്കെ ആയിട്ട് നമുക്ക് വരാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താ അടിപൊളി കറി നോക്ക്, എന്താ രസം. എന്തിൻ്റെ ഒപ്പം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു.